കരമന ജയൻ തിരുവനന്തപുരം സെൻട്രലിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകും. കോവളത്ത് ISJD വിട്ട TN സുരേഷാണ് സ്ഥാനാർത്ഥി. അതേസമയം LDF-ന് തിരുവനന്തപുരം സെൻട്രലിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായിട്ടില്ല. സുരേന്ദ്രൻപിള്ളയെ പരിഗണിക്കുന്നതിൽ LDF-ൽ ചർച്ച നീളുകയാണ്. ചിറയിൻകീഴിൽ കോൺഗ്രസ് വിട്ടുവരുന്ന BS അനൂപ് BJP സ്ഥാനാർത്ഥിയാകും. അർജുൻ രാജ് വിവരങ്ങളുമായിട്ട് ചേരുന്നു. അർജുൻ, ഇതിപ്പോൾ കോൺഗ്രസിനകത്താണ് UDF-നകത്താണ് വലിയ പ്രശ്നം സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് എന്നാണ് ഇന്നലെ വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ തിരുവനന്തപുരം സെൻട്രലിൽ LDF-ന് സ്ഥാനാർത്ഥി ആയിട്ടില്ല എന്നത് ആ നിലക്കുള്ളൊരു ചർച്ചകളിലേക്ക് വളരുകയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സനീഷ്, തിരുവനന്തപുരം സെൻട്രൽ സീറ്റിന്റെ കാര്യത്തിൽ LDF-ൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. നേരത്തെ ഇന്നലെ RJD വിട്ട സുരേന്ദ്രൻ പിള്ളയെ LDF പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ മുൻ MLA ആയിട്ടുള്ള അയോഗ്യനായിട്ടുള്ള ആന്റണി രാജുവിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് തീരുമാനത്തിലെത്താനാണ് CPIM-ഉം ആലോചിക്കുന്നത്. ആ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. സുരേന്ദ്രൻ പിള്ളയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് LDF-ന്റെ ആലോചനയെങ്കിലും ഇക്കാര്യത്തിൽ ആന്റണി രാജു എടുക്കുന്ന നിലപാട് കൂടി ശ്രദ്ധേയമാകും. ഇന്നും ഇത് സംബന്ധിച്ച് ആന്റണി രാജുവും CPM നേതാക്കളുമായിട്ടുള്ള ചർച്ച തുടരുകയാണ്. സുരേന്ദ്രൻ പിള്ള ഇല്ലെങ്കിൽ മറ്റൊരു പൊതു സ്വതന്ത്രൻ എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ചർച്ച ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അതേസമയത്ത് സുരേന്ദ്രൻ പിള്ളയ്ക്കായി BJP-യും തിരുവനന്തപുരം സെൻട്രലിൽ സുരേന്ദ്രൻ പിള്ളയെ ആലോചിച്ചിരുന്നു BJP. പക്ഷേ സുരേന്ദ്രൻ പിള്ളയ്ക്ക് BJP-യേക്കാൾ കൂടുതൽ താല്പര്യം ഇടതുപക്ഷത്തോടാണ്, അല്ലെങ്കിൽ LDF-ന്റെ സ്വതന്ത്രനായി നിൽക്കാം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് BJP ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ CP ജോൺ UDF-ന്റെയും BJP-യുടെ സ്ഥാനാർത്ഥിയായി കരമന ജയനും എത്തും. അതേസമയത്ത് LDF-ന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അവരുടെ സിറ്റിംഗ് സീറ്റ് കൂടിയായിട്ടുള്ള സെൻട്രലിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. അതേസമയത്ത് മറ്റ് ഇടങ്ങളിൽ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക ഏകദേശം എത്തുകയാണ്. ചിറയിൻകീഴിൽ നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്ന കഴിഞ്ഞ വട്ടം ചിറയിൻകീഴിൽ മത്സരിച്ച BS അനൂപിനെ തന്നെ BJP സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹം കോൺഗ്രസ് വിട്ട് അല്പസമയത്തിനകം BJP-യുടെ അംഗത്വം സ്വീകരിക്കും. അങ്ങനെയാണെങ്കിൽ ചിറയിൻകീഴിൽ BJP സ്ഥാനാർത്ഥിയായി BS അനൂപ് എത്തും. യൂത്ത് കോൺഗ്രസ് നേതാവാണ്. കഴിഞ്ഞ വട്ടം ചിറയിൻകീഴിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്. അല്പസമയത്തിനകം അനൂപ് രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് അംഗത്വം സ്വീകരിക്കും.